ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും മടം ബിഫോർ മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീക്ക്ലി റൗണ്ടപ്പ് ആണ്. ഈ ഒരാഴ്ച നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാം ഓർമ്മയിൽ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ചൗരി ചൗര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ചൗരി ചൗര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? കുറച്ച് സ്പീഡ് ആയിരിക്കും ക്ലാസ്, കാരണം നമ്മൾ വളരെ സ്ലോ ആയിട്ട് നമ്മൾ ഈ ഒരു ആഴ്ച പഠിച്ചതാണ് പല കാര്യങ്ങളും. അപ്പോൾ നമ്മൾ വീണ്ടും സ്ലോ ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ക്ലാസ് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും, അതിനനുസരിച്ച് നിങ്ങൾ ഫാസ്റ്റ് ആവുക കേട്ടോ. അപ്പോൾ ചൗരി ചൗര ദിനം എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഫെബ്രുവരി 5. ഫെബ്രുവരി 5 എന്താണെന്നൊക്കെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ചൗരി ചൗര ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 5 ആണ്. അടുത്തത് ലോക ക്യാൻസർ ദിനം എന്നാണ്? ലോക ക്യാൻസർ ദിനം എന്നാണ്? എന്താണ് ലോക ക്യാൻസർ ദിനം? എന്നാണ്? ഫെബ്രുവരി 4 അല്ലെ? ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ് പ്രമേയം എന്നുള്ളതും ഓർത്തിരിക്കുക. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ് പ്രമേയം എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് ഏത് ജില്ലയാണ്? രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് ഏത് ജില്ലയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി അല്ലെ, കാസർഗോഡാണ്. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് ഏത് ജില്ലയാണ്? കാസർഗോഡാണ്. കാസർഗോഡാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി. ആൻസർ ഓർത്തിരിക്കുക, ഒലെഗ് കൊനോനെൻകോ ആണ്. ഒലെഗ് കൊനോനെൻകോ എന്നുള്ളത് ഓർത്തിരിക്കുക. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലെഗ് കൊനോനെൻകോ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 2024 ഫെബ്രുവരി 3 രാജിവെച്ച ബൻവാരിലാൽ പുരോഹിത് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു? 2024 ഫെബ്രുവരി 3 രാജിവെച്ച ബൻവാരിലാൽ പുരോഹിത് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു ചോദിക്കുകയാണെങ്കിൽ പഞ്ചാബിന്റെ ഗവർണർ ആയിരുന്നു അല്ലെ? പഞ്ചാബിന്റെ ഗവർണർ ആയിരുന്നു. 2024 സൂരജ് കുണ്ട് മേള നടക്കുന്ന സംസ്ഥാനം ഏതാണ്? 2024 സൂരജ് കുണ്ട് മേള നടന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഹരിയാനയാണ് അല്ലെ? ഹരിയാന എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി കൊടുത്തു തുടങ്ങിയത്? കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി കൊടുത്തു തുടങ്ങിയത്? തൃശൂർ ജില്ലയിലാണ്. തൃശൂർ ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം? 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ്. ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം? ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് അല്ലെ? നമ്മുടെ കേരളമാണ്. ഇനി എൽ സാൽവഡോറിൽ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? എൽ സാൽവഡോറിൽ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നയീബ് ബുക്കേലെയാണ്. നയീബ് ബുക്കേലെയാണെന്നുള്ള ഓർത്തിരിക്കുക. 2019 ജൂണിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അധികാരത്തിൽ എത്തിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ എൽ സാൽവഡോറിൽ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നയീബ് ബുക്കേലേക്ക എന്നുള്ളത് ഓർത്തിരിക്കുക. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച NK ദേശം ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച NK ദേശം ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? അദ്ദേഹം സാഹിത്യ മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. സാഹിത്യ മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഓർത്തിരിക്കാം: കന്യാഹൃദയം, അപ്പൂപ്പൻ താടി, ചൊട്ടയിലെ ശീലം, പവിഴമല്ലി, ഉല്ലേഖം, 51 അക്ഷരാളി, എലിമീശ, കാവ്യകേളി, മുദ്ര, മഴത്തുള്ളികൾ, ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ വിവർത്തനം എന്നിവയാണ് പ്രധാന കൃതികൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കന്യാഹൃദയം, അപ്പൂപ്പൻ താടി, ചൊട്ടയിലെ ശീലം, പവിഴമല്ലി, ഉല്ലേഖം, 51 അക്ഷരാളി, എലിമീശ, കാവ്യകേളി, മുദ്ര, മഴത്തുള്ളികൾ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ കൃതികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഓരോന്നും നമ്മൾ പറയുമ്പോഴും അത് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കളമശ്ശേരിയിലാണ്. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. നിങ്ങളും ആ ഒരു സ്പീഡിലേക്ക് വരുന്ന വിചാരിക്കുന്നു. അപ്പൊ കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കളമശ്ശേരിയിലാണ്. ഭാരതരത്നയെ പറ്റി നമ്മൾ പറഞ്ഞു. ജനനായക് കർപ്പൂരി ഠാക്കൂർ ഭാരതരത്ന ലഭിക്കുന്ന 49ാമത്തെ വ്യക്തി. 50ാമത്തെ വ്യക്തി LK അദ്വാനി. 3 പേർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്: PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, അതുപോലെ തന്നെ MS സ്വാമിനാഥൻ. PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ദേശീയ സെൻസസ് ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 9 ആണ് അല്ലെ? ദേശീയ സെൻസസ് ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 9. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ചോദിക്കുകയാണെങ്കിൽ ഏത് ജില്ലയാണ്? വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയാണ്.
സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ്? മാനാഞ്ചിറ, കോഴിക്കോട്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ, കോഴിക്കോട്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഓർക്കുന്നുണ്ടല്ലോ, ഏതാണ്? പാപനാശം ബീച്ചാണ്. അടുത്തത് സാഫ് അണ്ടർ 19 വനിതാ ചാമ്പ്യൻഷിപ്പ് 2024 സംയുക്ത വിജയികളായത്. സാഫ് അണ്ടർ 19 വനിതാ ചാമ്പ്യൻഷിപ്പ് 2024 സംയുക്ത വിജയികളായത് ആരൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശുമാണ് എന്നത് ഓർത്തിരിക്കുക. അടുത്തത് മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായത്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ജോൺ ബ്രിട്ടാസ് അല്ലെ? ജോൺ ബ്രിട്ടാസ് ആണ്. 2024 ഫെബ്രുവരിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ചിലിയുടെ മുൻ പ്രസിഡന്റ് ആരാണ്? പേര് ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? സെബാസ്റ്റ്യൻ പിനേറ അല്ലെ? സെബാസ്റ്റ്യൻ പിനേറ എന്നുള്ളത് ഓർത്തിരിക്കുക. 2024 കടമ്മനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം നേടിയത് ആരാണ്? കടമ്മനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരം നേടിയത് ആരാണ്? റഫീഖ് അഹമ്മദ് ആണ്. റഫീഖ് അഹമ്മദ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികൾ എവിടെയൊക്കെയാണ്? ലഡാക്ക്, ഗുൽമാർഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികൾ ലഡാക്ക്, ഗുൽമാർഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത് ആരാണ്? മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത് ആരായിരുന്നു? ഓപ്ഷൻ സി അല്ലെ? ഇബ്രാഹിം ഇസ്കന്ദർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇബ്രാഹിം ഇസ്കന്ദർ ആണ്. പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? ചമ്പൈ സോറൻ അല്ലെ? ചമ്പൈ സോറൻ എന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് വീണ്ടും പല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഓർമ്മയിൽ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ ATA 24/7 മലയാളത്തിൽ LDC ഉദ്യോഗ 2024 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും ലഭിക്കുന്നത്. ലൈവ് ക്ലാസ് കാണാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ഡയറക്റ്റ്ലി ചോദിച്ചത് ക്ലിയർ ചെയ്യാം. കാരണം ടീച്ചേഴ്സ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടീച്ചേഴ്സിനെ ടാഗ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് ഇവിടെ റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. Y670 Y670 670. ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാവുന്ന ഒരു കോഡാണ് 670 670. ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്